ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. പണ്ടത്തെ പോലെ മറ്റേ ഗിയറും ക്ലച്ചും ഒക്കെ ചവിട്ടിയ മറ്റേ വണ്ടി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനും 15 വർഷമായിട്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ പൊട്ടന്മാർ മറ്റേ ITI പഠിക്കുന്ന സമയത്ത് പഴയ മറ്റേ അംബാസഡർ കാറിന്റെ മറ്റേ എല്ലാം കൂടെ കറക്കി ഞാൻ വേറെ ഞാൻ പറഞ്ഞു 1947 അവർ ഇങ്ങോട്ട് പോന്നിട്ടില്ല ഇതുവരെ. ഈ അടിമയാവുമ്പോഴാണ് ഇവന്മാർ തോളി കയറിയിരുന്ന് ഭരിക്കുന്നത്. ഇവന്മാർ അടിമയാവാൻ നമ്മൾ പോവാതിരുന്നാൽ മതി. എന്തോരമാണ് റോബിൻ ബസിനെ ഇട്ട് ഹരാസ് ചെയ്തത്. നമുക്ക് കേരളത്തിൽ അദ്ദേഹത്തിന് ഫാൻ പേജ് വരെ ഉണ്ട്. ഇപ്പം MBD ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന മുകളിലിരിക്കുന്നവന്മാരെല്ലാം, താഴെ ഇരിക്കുന്നവരെ പറയുന്നില്ല, മുകളിലിരിക്കുന്ന എല്ലാം പൊട്ടന്മാരാണ്. പൊട്ടന്മാരും അറിവില്ലാത്തവന്മാരുമാണ്. ഇവര് യഥാർത്ഥത്തിൽ സർക്കാരിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ട് ഒരു ക്യാമറ RTO ഓഫീസിൽ വെച്ചില്ല പറയാം? അതെ, എന്തുകൊണ്ട് വെക്കുന്നില്ല? പേടിച്ചിട്ട്. കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്വകാര്യ ബസ്സിന് മാത്രം സുരക്ഷിതത്വം മതി, എന്തുകൊണ്ട് സർക്കാർ ബസ്സുകളിൽ വെക്കുന്നില്ല? ഇതൊക്കെ നമ്മൾ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ. നമുക്ക് ചോദിക്കാമെന്നല്ലാതെ ഇവരെന്തെങ്കിലും മാറ്റം വരുത്തും. അടുത്തത്, പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറിനും കണ്ടക്ടറിനും പോലീസ് ക്ലിയറൻസ് വേണം. നല്ലത്, പോലീസ് ക്ലിയറൻസ് നല്ല. എന്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സിൽ ആക്കുന്നില്ല? അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് ആക്കിയോ? ഇനി MBD ഇതിൽ എത്രമാർ സ്ത്രീപീഡനത്തിൽ പെട്ടവന്മാർ MBDയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയാണ്. ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അത് ശരിയാ, ബ്യൂറോക്രസികൾ ഭരിക്കുന്ന നാടാണ്. ഇപ്പൊ നമ്മളിവിടെ MDMA കച്ചവടത്തിനോ കള്ളക്കടത്തിനോ ഒന്നും പോയിട്ടില്ല. നമ്മൾ നമ്മുടെ സർക്കാരിന് 4 പൈസ വരുമാനം കിട്ടുന്ന ഒരു പ്രവൃത്തിക്ക് പോയാലേ ജനങ്ങളെ സ്നേഹിക്കരുത്. പിന്നെ ശാരികയ്ക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു വാർത്ത ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ശാരിക തന്നെ അതിരാവിലെ 2 മണിക്കും 1:30ക്കും ഒക്കെ ബസ്സിൽ കയറി വന്ന്, പിന്നെ എത്രയോ ദിവസങ്ങളും തിരുവനന്തപുരത്തും വന്ന് നമ്മൾ എന്തോരം ട്രാവൽ, നമ്മൾ എത്രയോ മണിക്കൂറുകൾ ദൂരെ ട്രാവൽ ചെയ്യുന്നതാണ്. നമ്മൾ നെടുമങ്ങാട് മറ്റേ ബസ് സ്റ്റാൻഡുകളുടെ അനാസ്ഥ കാണിക്കാൻ, MBDയുടെ അനാസ്ഥകൾ കാണിക്കാൻ, റോഡിന്റെ ശോച്യാവസ്ഥ. സ്റ്റാൻഡിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ KSRTCയുടെ RC ക്യാൻസലായ ബസ്സുകൾ. ഇപ്പൊ അവര് ഒരു വണ്ടിക്ക് പെർമിറ്റ് ഇല്ലെങ്കിലോ പിടിപ്പിക്കാൻ അവര് തയ്യാറാണ്. അല്ലെങ്കിൽ MBD തന്നെ ഒരു വണ്ടിയുടെ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ കത്തിയില്ലെങ്കിലോ പുകയില്ലെങ്കിലോ ആ വണ്ടി ഓടുന്ന റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും, യാത്രക്കാരുടെ സൗകര്യാർത്ഥം കൊണ്ടുവന്ന് അവരെ കൃത്യസ്ഥാനത്ത് ഇറക്കിയാൽ അതിന് ഫൈനാണ്. പക്ഷേ ഈ RC ബുക്കും ഇല്ല, RCയും ക്യാൻസലായ വണ്ടികള്, RC ക്യാൻസലായെന്ന് അറിയാലോ, അവനൊന്നുമില്ല, ഇൻഷുറൻസ്, ആർക്കെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി, മുറിവ് പറ്റി, എന്തെങ്കിലും ഒരു സംഭവം ആയാൽ അതിൽ ഓടുന്ന ഡ്രൈവറും കണ്ടക്ടറും പ്രതിയാണ്. അപ്പൊ സർക്കാരിന് എന്തു ആവാം? അതായത് ഞാൻ ഇവരുടെ അടുത്ത് പൊരുതാൻ ഇറങ്ങിയതേ വേറൊന്നുമില്ല. ഒന്ന് MBD ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന മുകളിലിരിക്കുന്നവന്മാരെല്ലാം, താഴെ ഇരിക്കുന്നവരെ പറയുന്നില്ല, മുകളിലിരിക്കുന്ന എല്ലാം പൊട്ടന്മാരാണ്. പൊട്ടന്മാരും അറിവില്ലാത്തവന്മാരുമാണ്. അറിവില്ലാത്ത വിവരം കെട്ടാണ് മുകളിലിരിക്കുന്നത്. അതിന് വേറെ ഇനി മറക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാലേ എന്റെ അനുഭവം, ഇവരൊക്കെ ഈ 1947 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജീവിക്കുന്ന ആൾക്കാർ, അവർ ഇതുവരെ 1947 കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ല. അനൂപിന് ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ. ഞാൻ എപ്പോഴും ഈ റിപ്പോർട്ട് വാർത്തകൾ ചെയ്യുമ്പോൾ ഇവർക്കെതിരെ അനൂപ് ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കട, ഇവന്മാർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അനൂപിന്റെ സമരങ്ങൾ എൻ്റെ മൂർച്ച കൂട്ടുന്നതല്ലാതെ ഇതിലൊരു മാറ്റങ്ങൾ ഇതിൽ നമ്മുടെ പൊതുജനത്തിന് അറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം അനൂപാണ് മണ്ടനാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ മണ്ടത്തരമൊക്കെ അനൂപാ കാണിക്കണം. ഇവിടെ ഇവന്മാർക്ക് വല്ല മാറ്റം ഉണ്ടോ? അതെങ്ങനെ ഞാൻ മണ്ടനാണെന്ന് പറയും? ഇവന്മാരെ പോലെ അഹങ്കാരം പിടിച്ച, അല്ലെങ്കിൽ MBDയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള, അതായത് കേന്ദ്രം എന്ത് നിയമം എടുത്ത് കൊടുത്താലും, ജനങ്ങൾക്ക് പ്രയോജനം കൊടുത്താലും അതെല്ലാം വളച്ചൊടിച്ചുകൊണ്ട്, അതെല്ലാം പോക്കറ്റിൽ ഞങ്ങൾക്ക് അറിയില്ല എന്നൊരു ഒരു വൃത്തികെട്ട മറുപടി. നമ്മൾ തന്നെ ഒരു റിപ്പോർട്ടർ എന്നാലും ഞാൻ പല തിരുവനന്തപുരത്ത് തന്നെയുള്ള പല ഓഫീസുകളിലും കയറി ഇറങ്ങുമ്പോൾ അറിയില്ല, പൊട്ടന്മാരെ പോലെ അവർ എന്നോടിരുന്ന് ബിഹേവ്. ഞാൻ ഈ അനൂപ് അവിടെ നിന്ന് കോരോകോരം എന്നോട് തന്റെ ഗ്രിവൻസസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അത് സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്. സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് പൊതുസ്ഥലമാണ്. പൊതുസ്ഥലത്തിൽ പോലീസ് സ്റ്റേഷനിൽ വരെ നമുക്ക് ക്യാമറ വെക്കാം. അതെ, അത് മാത്രമല്ല, നമ്മൾ ഈ KSRTC ബസ്സിന്റെ ശോചനീയാവസ്ഥ എന്നപ്പോൾ അവിടുന്ന് ഒരു കൂട്ടം ജീവനക്കാർ ചാടി ഇറങ്ങിയിട്ട് എന്നെ ക്യാമറമാനെ ഓടിച്ച്. ഞാൻ ചോദിച്ചാൽ ആരോട് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വരുന്നത്? പിന്നീടാണ് അനൂപനോട് പറഞ്ഞത്, ശരി നമുക്ക് കയറി ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രശ്നവുമില്ല, ആരുടെ ഇത് ജനങ്ങളുടെ സ്വത്താണ് എന്ന് പറയുന്നത്. അന്ന് അങ്ങനെയുള്ള ഭീഷണികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ മനുഷ്യർ എന്തിന്റെ കേടാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മളെ നിയമം പഠിപ്പിക്കാനാണ് ഈ ആറ്റിങ്ങൽ RTO ഓഫീസ് ഇരിക്കുന്നത്. ക്യാമറയും കൊണ്ട് ചെന്ന സമയത്ത് ക്യാമറയുടെ മുമ്പിൽ ഈ പറയുന്ന നിയമങ്ങൾ, ഇപ്പൊ അവന്മാരെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അവന്മാർക്ക് നമ്മുടെ മുമ്പ്, ക്യാമറയുടെ മുമ്പ് അവന്മാരത് പറയത്തില്ല എന്ന് പറഞ്ഞാൽ അത് പ്രൂഫാവും, അത് നിയമമല്ല. ഇപ്പൊ ശാരിക ചോദിച്ചല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? MBD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരന്മാരാണ് അവിടെ ഭരിക്കുന്നത്. MBD ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ ഇരിക്കുന്നത് എല്ലാം തന്നെ ബ്രിട്ടീഷുകാരന്മാരാണ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. അപ്പൊ എനിക്ക് നഷ്ടം വരും. പക്ഷെ നാളെ ഞാൻ എൻ്റെ പിന്മുറക്കാർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ഞാൻ പൊരുതുന്നതാണ്. എന്ന് പറഞ്ഞ് ഞാൻ ഗാന്ധിജി ആവാനൊന്നും അല്ല. ഇവന്മാരെ ഇനി എൻ്റെ ജീവൻ കൊടുത്തായിരുന്നാലും
എനിക്ക് അത്യാവശ്യം വധഭീഷണിയൊക്കെ ഉണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓഫീസിൽ ഇരിക്കുന്ന 1-2 മേലുദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതിനെക്കാട്ടിയും വലിയ കോമഡി എന്താണെന്നറിയാമോ? ഞാനൊരു ഉദ്യോഗസ്ഥന്റെ പേരും വിവരവും വെച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുകയാണ്. ഇന്ന ഉദ്യോഗസ്ഥൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അവനെ കൊണ്ട് എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ പേരിൽ പരാതി കൊടുക്കുമ്പോഴേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ലെറ്റർ അയക്കുന്നത്. ഞാൻ അവന്റെ അടുത്ത് പോയി ചോദിക്കാം. മുഖ്യമന്ത്രിയുടെ രീതിയാണ് അറിഞ്ഞൂടെ? ഒന്നുകിലേ ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയരുത്, ശരി ഓക്കെ. ഞാനല്ല മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത്. മുഖ്യമന്ത്രി അറിയുന്നില്ല, ആ പാവപ്പെട്ടവൻ അറിയുന്നില്ല. കാരണം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ, ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ ഭാര്യ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി ഇതൊക്കെ അറിയണ്ടേ? ഈ കേരളത്തിൽ ഇത്രയും ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നും മുഖ്യമന്ത്രിക്ക് കേൾക്കാനൊന്നും പറ്റത്തില്ല. അതെന്താ പറ്റാത്തത്? പുള്ളി എന്തിനാ പുള്ളി തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന? പിന്നെ അല്ല, നമ്മളാണ് 10 വർഷമായില്ലേ ഭരിക്കുന്നത്? നമ്മളാണ്, നമുക്ക് വേണ്ടി നമ്മുടെ സേവകനാണ് പുള്ളി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയാണ്. ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അത് ശരിയാ, ബ്യൂറോക്രസികൾ ഭരിക്കുന്ന നാടാണ്. അപ്പോൾ ഈ മേലുദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് സെക്രട്ടറിയിലൂടെ എന്തോ കൂടിയ ഉദ്യോഗസ്ഥൻ. ഞാൻ ചോദിക്കട്ടെ, വെറും 10ാം ക്ലാസ്സും ITI ഡിപ്ലോമയും കൊണ്ട്, ITI 10ാം ക്ലാസ്സും 2 വർഷത്തെ ITI കൊണ്ട് വലിയ വലിയ പോസ്റ്റുകളിൽ IPS കാരന്മാരിരിക്കുന്ന പോസ്റ്റിൽ ഇരിക്കുന്നവന് എന്തറിയാം? ഇപ്പം തന്നെ പത്രത്തിൽ കാണുന്നുണ്ട്. ഇപ്പം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു കേസ് ഫയൽ ചെയ്തു. ഡ്രൈവിംഗ് സ്കൂളുകാർ വിജയിച്ചു. അതെന്താ കേസ്? ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. പണ്ടത്തെ പോലെ മറ്റേ ഗിയറും ക്ലച്ചും ഒക്കെ ചവിട്ടിയ മറ്റേ വണ്ടി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനും 15 വർഷമായിട്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ പൊട്ടന്മാർ മറ്റേ ITI പഠിക്കുന്ന സമയത്ത് പഴയ മറ്റേ അംബാസഡർ കാറിന്റെ മറ്റേ എല്ലാം കൂടെ കറക്കി ഞാൻ വേറെ അത് പഠിച്ച് ഇപ്പോഴൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണമെങ്കിൽ അവൻ മെക്കാനിക്കൽ പഠിക്കണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, ഇലക്ട്രോണിക്സ് പഠിക്കണം, പ്ലസ് അവന് സോഫ്റ്റ്വെയർ, അത്യാവശ്യം സോഫ്റ്റ്വെയറുമായിട്ടുള്ള ഐഡിയ. ഇതൊന്നും ഇല്ലാത്ത പൊട്ടന്മാരാണ് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഇത് കേട്ടിട്ട് നാളെ ഇനി ഒന്ന് എന്റെ വണ്ടിയവന്മാർ പിടിക്കണമെങ്കിൽ പിടിച്ചോണ്ട് പോട്ടെ. ഞാൻ പറയാനുള്ളത് ആരടുത്തും പറയും, ഈ അടിമയാവുമ്പോഴാണ് ഇവന്മാര് തോളി കയറിയിരുന്ന് ഭരിക്കുന്നത്. ഇവന്മാരെ അടിമയാവാൻ നമ്മൾ പോവാതിരുന്നാ മതി. അല്ല, എന്തോരമാണ് ആ റോബിൻ ബസ്സിനെ ഇട്ട് ഹരാസ് ചെയ്തത്. കേരളത്തിൽ അദ്ദേഹത്തിന് ഫാൻ പേജ് വരെ ഉണ്ട്. ഇപ്പൊ റോബിൻ ബസ്സായി, ഇപ്പൊ ശരണ്യ, അദ്ദേഹത്തിന്റെ ബസ് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ബസ്സിനെക്കാട്ടിയും കാട് കയറി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണോ നമ്മുടെ പിണറായി സർക്കാർ സ്വപ്നം കണ്ട വ്യവസായ സൗഹൃദ കേരളം? അപ്പൊ സർക്കാർ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഇത് വ്യവസായ സൗഹൃദമാണ്, വിദേശത്ത് പോയി മറ്റേ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു. ഒരു ബഹളമായിരുന്നല്ലോ. ഇപ്പം ഈ ഇവിടെ ഉള്ളവന്മാരുടെ ഇനി ഇത് അടുത്തത് പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറിനും കണ്ടക്ടറിനും പോലീസ് ക്ലിയറൻസ് വേണം. നല്ലത്, പോലീസ് ക്ലിയറൻസ് നല്ല. എന്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സിൽ ആക്കുന്നില്ല? അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് ആക്കിയോ? ഇനി MVD, ഇതിൽ എത്രയോ സ്ത്രീപീഡനത്തിൽ പെട്ടവന്മാർ MVDയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഞാൻ പറയാം, പോലീസ് മന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ 50% ക്രിമിനൽസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ പോലീസിലുള്ളതെന്ന്. അപ്പൊ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും ക്ലിയറൻസ് കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ MLA-മാരോട്ട് തുടങ്ങണം പോലീസ് ക്ലിയറൻസ്. തീർച്ചയായിട്ടും. അതെ, MLA-മാരുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം എന്തോരം കേസുകളിലാണ്, നാറ്റ കേസുകളിലാണ് പെട്ടിരിക്കുന്നത്. എന്നിട്ടും സ്ഥാനം പോലും തീർച്ചിട്ടില്ല. സാധാരണക്കാരനായിരുന്നെങ്കിലും ഇനി പറയുന്നേ, ഈവൻ പൃഥ്വിരാജിന്റെ ഒരു കാരവാന് രജിസ്റ്റർ ചെയ്യാനായിട്ട് തിരുവനന്തപുരം RTOയിൽ 10,000 രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. അവനിന്ന് കൈക്കൂലി വാങ്ങിച്ചവനൊക്കെയാണ് ഇന്ന് മുകളിലിരുന്ന് പുതിയ നയം ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നു ഹരിത വിപ്ലവം സൃഷ്ടിക്കണം, ഇലക്ട്രിക് കാറുകൾ വരട്ടെ എന്ന്. ഇവിടെ ഇലക്ട്രിക് കാർ പോയി ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല, ഇലക്ട്രിക് കാർ ഓട്ടിക്കണം. അതായത് എന്തിനും ഈ പൊട്ടന്മാരിത് എന്ത് കാണിക്കുന്നു? ഇപ്പം ഓട്ടോമാറ്റിക് കാർ, ഇപ്പോൾ സിറ്റി ഡ്രൈവ് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ സാധാ വണ്ടി പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് കാറിൽ ലൈസൻസ് എടുക്കാൻ പാടില്ല, മറ്റേ ഇലക്ട്രിക് കാറിൽ എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇവന് ഈ കാർ ഇത് വേണ്ട, ഇവിടെ മൊത്തം മറ്റേ സാധാ. അനൂപ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഞാൻ അവരെ അങ്ങനെ വിളിക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഓട്ടോമാറ്റിക് കാറിന് കുറച്ച് വൈദഗ്ധ്യം വേണം. കാരണം നമ്മൾ മുന്നോട്ടല്ലേ പോകുന്നത്, ഇവർ പിന്നോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ മെക്കാനിക്കലിൽ നിന്ന് ഇലക്ട്രിക്കലിലേക്ക് മാറുമ്പോൾ മെക്കാനിക്കൽ ഓടിക്കുന്ന മാനുവൽ കാർഡ് ഓടിക്കുന്ന പോലെ അല്ല ഇലക്ട്രിക്കൽ ഓടിക്കുന്നത്. അതിനൊരു സംഭവം വേണം. അതാണ് ഞാൻ പറഞ്ഞത്, വിവരവും വിദ്യാഭ്യാസം ഉള്ളവനെ. ഇനി ഈ ഓട്ടോമാറ്റിക് കാർ എന്ന് പറഞ്ഞാൽ അത് ഗിയർ ഉണ്ട്, അത് ഗിയർ ഓട്ടോമാറ്റിക് ആയിട്ട് ഷിഫ്റ്റ് ആവുന്നു. തരം ഓട്ടോമാറ്റിക് കാർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല. എന്തൊക്കെ ടൈപ്പ് ഗിയർ ബോക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അറിവ് അവർക്കല്ലേ വേണ്ടത് വാഹനങ്ങളെ കുറിച്ച്. വല്ലതും അറിയാവോ? ആണാണ്.
സത്യം പറഞ്ഞ അനൂപ് പറയുന്നതിൽ 100% യോജിക്കുന്നു. കാരണം ഈ ITA കഴിഞ്ഞ ഇവരൊക്കെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ITA പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ITA മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതൽ ലെവലിലേക്ക് പോകുമ്പോൾ ഒരു വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ബിടെക് വെച്ചിട്ടുണ്ട്, ബിടെക് വെച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഇവരെന്തോ സംഭവങ്ങളാണ്, ഇവരെന്തോ ഇവിടെ മൊത്തം കേരളം മൊത്തം മറിക്കും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇവര് വന്നിരിക്കുന്നത്. പക്ഷെ ഇവന്മാരെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു കേന്ദ്ര സർക്കാർ ഒരു കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ്, ഇപ്പൊ 140 കിലോമീറ്ററിലെ വണ്ടികൾ പെർമിറ്റ് അനുവദിക്കാൻ കോടതി ഉത്തരവ് വന്നു, ഇവന്മാരത് നടപ്പാക്കുന്നില്ല. അതേസമയം പ്രൈവറ്റ് ബസ്സിൽ നാളെ മുതൽ ക്യാമറ സ്ട്രിക്റ്റ് ആക്കണമെന്നൊരു കോടതി ഉത്തരവ് വന്നാൽ ഇവന്മാർ നാളെ അതൊന്ന് എല്ലാതും ചെക്കിംഗ് ആയിരിക്കും. പിന്നെ അവരുടെ പരിശോധന കൂടെ ഉണ്ടല്ലോ. 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്ന സർവീസുകൾ ഇന്നിപ്പോ 35,000 ആയി കുറഞ്ഞു, ഏറ്റവും ചുരുങ്ങി പോയത്. ഒരു 10 കൊല്ലം മുമ്പ് 4 ലക്ഷം പേര് പണിയെടുത്തിരുന്ന സ്വകാര്യ മേഖല ഇന്ന് 75,000 തൊഴിലാളികളാണ് ഇതിൽ ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടില്ലേ? ഇവന്മാർക്ക് ശമ്പളവും കാര്യങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട്. ഈ തൊഴിൽ നഷ്ടപ്പെട്ടില്ലേ? ഈ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഒന്നിയിൽ അവൻ വിദേശത്ത് പോവും, അവൻ്റെ പൈസ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ 140 ഒന്നും പിടിച്ചിടാതെ നിലവിലുള്ള വണ്ടിക്ക് പുതിയ പെർമിറ്റ് വേണമെങ്കിൽ കൊടുക്കണ്ട, പഴയ പെർമിറ്റുകളെ സേവ് ചെയ്ത് സർക്കാരിന് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്നതിന് പകരം ഇപ്പം ഇരിക്കുന്നവന്മാർ സർക്കാർ ഖജനാവ് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കൊള്ളയടിച്ച് തിന്ന് സർക്കാർ ഖജനാവ് കാലിയാക്കാനിരിക്കുന്നവന്മാരാണ്. അതെ, അടുത്ത ഭരണം പുതിയ പാർട്ടിയാണ് വരുന്നതെങ്കിൽ ഒന്നുമില്ല അവർക്ക്. ഇനി അപ്പോൾ അവർ ഒന്നേ തൊട്ട് തുടങ്ങണമല്ലോ, അത് ഏത് പാർട്ടിയായാലും. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, അനൂപിനെ സംബന്ധിച്ചിടത്തോളം അനൂപ് എന്തോരം കാശ് മുടക്കിയിട്ടാണ് ജനസേവനത്തിന് വേണ്ടി അനൂപ് പലവട്ടം അനൂപിൻ്റെ റീൽസിലും നമ്മൾ വാർത്ത ചെയ്തതിലും ഒക്കെ അനൂപ് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇത് ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും സുഖപ്രദമായ രീതിയിൽ ഏറ്റവും, അതായത് ഭാരത് ബെൻസ് പോലുള്ള വണ്ടികളാണ് താങ്കളുടെ പിന്നെ ഗ്രൗണ്ടിൽ മേടിച്ചിട്ടിരിക്കുന്നത്. ഇതെല്ലാം കട്ടപ്പുറത്തായി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ തുരുമ്പെടുത്ത് തുടങ്ങും, ടയർ പൊട്ടും, ടയർ പിന്നെ ചീത്തയായി തുടങ്ങും. ഇതിനൊക്കെ അനുവിന് പേടിയില്ല? അനുവിൻ്റെ ഫ്യൂച്ചർ ഓർത്തിട്ട്? അല്ല, എനിക്ക് പേടിയില്ല. ഞാൻ ഇവന്മാരുമായിട്ട് ഒരു ഫൈറ്റിന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവന്മാരെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ വിജയിക്കാൻ തന്നെ ഞാൻ വിജയിച്ചിരിക്കും. അല്ലാതെ ഞാനിത് മരണം വരെ, അല്ലെങ്കിൽ ഇവന്മാരെന്നെ കൊല്ലണം, അത് അവന്മാരെന്നെ കൊല്ലണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം ബസ്സുകളിൽ ക്യാമറ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന വേറൊരു അവന് തിരുവനന്തപുരം RTO ആറ്റിങ്ങൽ RTO ഒക്കെ ഇരുന്ന ഒരുത്തൻ തന്നെ നാറി, അവന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവനവിടെ കൊണ്ടുവന്ന ഒരു റൂളെന്ന് പറഞ്ഞാൽ ബസ്സുകളിൽ 5 ക്യാമറ വേണം, AI വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ 5-ൽ ഒരെണ്ണം ഇവന്റെ RTO ഓഫീസിൽ വെക്കാൻ ഇവന് ധൈര്യമുണ്ടോ? അപ്പം ഞാനൊന്നും പ്രതികരിക്കാതിരുന്നതെന്ന് പറഞ്ഞാലേ, അവർക്ക് അവിടെ ഇരുന്ന് ചുമ്മാ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷെ സർക്കാരിലേക്ക് വരുന്ന വരുമാനം ഇവർ നശിപ്പിച്ചിട്ടാണ്, ഇവർ യഥാർത്ഥത്തിൽ സർക്കാരിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ട് ഒരു ക്യാമറ RTO ഓഫീസിൽ വെച്ചില്ല പറയാം? അതെ, എന്തുകൊണ്ട് വെക്കുന്നില്ല? പേടിച്ചിട്ട്. കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. നമ്മളെ അതുകൊണ്ടല്ലേ ക്യാമറ വിലക്കിയത്. RTO ഓഫീസിൽ എന്താണ് നടക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്വകാര്യ ബസ്സിന് മാത്രം സുരക്ഷിതത്വം മതി, എന്തുകൊണ്ട് സർക്കാർ ബസ്സുകളിൽ വെക്കുന്നില്ല? ഇതൊക്കെ നമ്മൾ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ. നമുക്ക് ചോദിക്കാമെന്നല്ലാതെ ഇവരെന്തെങ്കിലും മാറ്റം വരുത്തുമോ? ഇപ്പം തന്നെ എത്ര ആൾക്കാരാണ് KSRTC ബസ്സിൻ്റെ അടിയിൽ ഞെരിഞ്ഞമർന്ന് തീരുന്നത്? പണ്ട് പ്രൈവറ്റ് ബസ് ആയിരുന്നപ്പോൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കലും മറ്റേ ടയറിന് കാറ്റ് വീഴലും ആ പാവപ്പെട്ട ഡ്രൈവറെയും കണ്ടക്ടറെയും എടുത്ത് തല്ലലും ഒക്കെ ആയിരുന്നു. ഇന്ന് KSRTC ബസ്സിൽ ആരാണ് എറിഞ്ഞു പൊട്ടിക്കുന്നത്? ഇടയ്ക്ക് നമ്മളൊരു വളരെ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൃത്യമായി സ്റ്റോപ്പിൽ ഒരു ബസ് നിർത്തുന്നു. ഒരു KSRTC ഇവനുമായിട്ട് മത്സരിച്ച് വന്നിട്ട് റോങ് സൈഡ് കയറി ആളിറങ്ങുന്ന ഒരു സ്ത്രീ ജസ്റ്റ് മിസ്സിനാ രക്ഷപ്പെട്ടത്. ഇവൻ ആ റോങ് സൈഡിൽ കൂടെ, ഞാൻ കണ്ടിരുന്നു ആ വീഡിയോ, സൈഡിൽ കൂടെ പോകുന്നു കാണണം. എന്നിട്ട് സംഭവിച്ച എന്താ? പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്ത് അവൻ എന്ത് ചെയ്തു? പാവപ്പെട്ടവൻ. ഒരു സ്ത്രീക്ക് രാത്രി വണ്ടി വെട്ടമുള്ളൊരു സ്ഥലത്ത് ഒതുക്കി നിർത്തി അവൻ ചെയ്ത തെറ്റ്, അതിന് അവൻ്റെ ലൈസൻസ് പോയി. ഇനി ഞാൻ എൻ്റെ ബസ്സുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കാശില്ലെങ്കിലും യാത്ര ചെയ്തോളൂ, കാശില്ലെങ്കിലും കയറിക്കോളൂ എന്ന് പറഞ്ഞ പരസ്യം എൻ്റെ എല്ലാ വാഹനങ്ങളിലുണ്ട്. കാശില്ലാത്തവൻ കയറി പോട്ടെ. ഇനി സർക്കാർ വാഹനങ്ങളിൽ കാശില്ലെങ്കിലും ഒരുത്തനെ കൊണ്ടുപോകുമോ? ഇല്ല. എടാ, നമ്മളിപ്പോൾ 47 രൂപയുടെ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ 50 രൂപ കൊടുക്കും, 3 രൂപ ചില്ലറ തരത്തില്ല. അല്ലെങ്കിൽ 48 രൂപ ടിക്കറ്റ് എടുത്തിട്ട് 1 രൂപ പിന്നെ തരാമെന്ന് പറയും. ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടർക്ക് പിണക്കവാ. മറിച്ച് ഞാൻ ചോദിക്കട്ടെ, 50 രൂപയുടെ ടിക്കറ്റിന് നമ്മൾ 49 രൂപ എടുത്തവർ സമ്മതിക്കുമോ? ഞാൻ എന്നും ചോദിക്കുന്നൊരു ചോദ്യമാണ് അനുപേത്. ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ഇതൊക്കെ എവിടുത്തെ നിയമം, ചിറ്റമ്മ നയമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ബസ് എന്ത് ചെയ്തു? കണ്ടക്ടർ ഇല്ലാതെ ഒരു സർവീസ് തുടങ്ങി. കണ്ടക്ടർ ഇല്ല, അതിൽ കയറുന്നവന് ബോക്സ് വെച്ചിട്ടുണ്ട്, കയറുന്നവന് അവന് ഇഷ്ടമുള്ള പൈസ ഇടാം, അതും ഇല്ലെങ്കിൽ അവന് ഇടണ്ട. കണ്ടക്ടർ ഇല്ല, ഓട്ടോമാറ്റിക് ഡോറാണ്, 4 ക്യാമറ ബസ്സിനകത്തുണ്ട്. ഈ നയം കൊണ്ടുവരുന്ന മുമ്പ് ഞാൻ ക്യാമറ 4 വെച്ചിട്ടുണ്ട്. അപ്പൊ 4 ക്യാമറ വെച്ചിട്ടുണ്ട്. ഡ്രൈവറിന് കൃത്യമായി അത് ഒരു സ്ക്രീനിൽ കൂടി കാണാം.
ആ ബസ് മോട്ടോർ വെഹിക്കിൾ വന്ന് പിടിച്ചിട്ട് പറയണം കണ്ടക്ടർ ഇല്ലാതെ ബസ് സർവീസ് നടത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അനുവല്ല യൂറോപ്പിലേക്കും പോകാതായിരിക്കും നല്ലത്. വിദേശ രാജ്യത്ത് ഒന്നും പോകണ്ട, കർണാടക തൊട്ട് അടുത്ത സംസ്ഥാനത്ത് പോയാൽ മതി, അവിടെ കണ്ടക്ടർ ഇല്ലാതെ വർഷങ്ങളായിട്ട് വണ്ടിയുണ്ട്. അപ്പൊ ഇവര് പറയുന്ന കണ്ടക്ടർ ഇല്ലാതെ റൂളാണ്. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ ഡ്രൈവറിനും കണ്ടക്ടറിനും കൂടി ഒരു ലൈസൻസ്, ഡ്രൈവർ കം കണ്ടക്ടർ, ആ എൻ്റെ അതിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ സ്വിഫ്റ്റ് വന്നപ്പോൾ ഇവന്മാരത് എടുത്ത് തലയിൽ വെച്ചേക്കില്ല. ആ 2 ഡ്രൈവർമാരും 2 കണ്ടക്ടർമാരും. ഞാനത് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു, സ്വിഫ്റ്റിൽ പോയപ്പോഴത്തേക്ക് മാറിയാണ് ലോങ് ടേം ഓടിക്കുന്നത്. അവർ 2 കണ്ടക്ടറും ഡ്രൈവറും ഒരാൾ തന്നെ. ഇതിൽ പറ്റത്തില്ല. അത് ഇപ്പൊ എന്റെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് രാവിലെ കാശില്ല, അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകണം, അവര് കയറി പോട്ടുന്നേ, അവരിൽ ഉള്ളപ്പോൾ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിൽ വേണ്ട. അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ചെല്ലുമ്പോഴേ ഈ ഇവന്മാരൊക്കെ വിചാരിക്കുന്ന എന്തോ ഈ സ്വകാര്യ ബസ് നടത്തുന്നത് വളരെ ലാഭത്തിലാണ്, ഒരു ബസ്സിന് പുറമെ വേറൊരു ബസ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞാലേ ഒന്നുമല്ല. ഇത് നമ്മൾ കടത്തിന്റെ പുറത്ത് കടത്തിലും ചിട്ടി പിടിച്ചും ഭാര്യയുടെ സ്വർണം പണയം വെച്ചും ലോൺ എടുത്തും ഒക്കെയാണ് ഈ സാധനങ്ങൾ, പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തൊക്കെയാണ് ഈ സാധനങ്ങൾ. ഇതൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചിടുന്നതാണ്. അപ്പൊ നമ്മളിവിടെ MDMA കച്ചവടത്തിനോ കള്ളക്കടത്തിനോ ഒന്നും പോയിട്ടില്ല. നമ്മൾ നമ്മുടെ സർക്കാരിന് 4 പൈസ വരുമാനം കിട്ടുന്ന ഒരു പ്രവൃത്തിക്ക് പോയാലേ. ജനങ്ങളെ സ്നേഹിക്കരുത് അനൂപ്, അതാണ് അവരുടെ വരുന്ന മാറി മാറി വരുന്ന സർക്കാർ. ഇപ്പോഴത്തെ സർക്കാർ പ്രത്യേകിച്ചും അനൂപ് ജനങ്ങളെ സ്നേഹിച്ചു, പൊതുജനത്തെ സ്നേഹിക്കുന്നു. അവർ ഈ പറയുന്ന പോലെ വേറെ ആരും ചിന്തിക്കും സർക്കാർ കൊടുക്കുന്നുണ്ടോ ഫ്രീ ആയിട്ട്? ഏത് മതത്തിലോ ജാതിയിലോ ഏത് കാസ്റ്റിലോ പെട്ടവരായിക്കോട്ടെ, അതിന് ആർക്കുണ്ടെന്ന് ഫ്രീ സർവീസ് ഇവിടെ? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എല്ലാത്തിനും ഇപ്പൊ നമ്മള് ഭരിക്കുന്ന IPS കാരാണെങ്കിലും അവരാണ് ഇപ്പം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവരെല്ലാം ഒരു ബ്രിട്ടീഷ് നയമാണ്. അവർക്ക് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവനാ ഈ ബസ് ഏത് വഴി പോകുന്നു, നാട്ടിലുള്ളവനെ നമ്മുടെ ജില്ലാ കളക്ടറേറ്റ് പോയി, അപ്പൊ അവനാ നാടറിയാം, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിയാം. ഒരു ബസ് ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമെന്നറിയാം. ഇതിപ്പോ നോർത്ത് ഇന്ത്യക്കാരാണ് ഇവിടെ വന്നിട്ട് അവർക്ക് അറിയത്തില്ല. എന്നാൽ ഇവന്മാര് പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ചാൽ ഇവന്മാര് പറഞ്ഞു കൊടുക്കത്തില്ല. നമ്മൾ ടാക്സ് സർക്കാരിലേക്ക് അടച്ച് സർക്കാരിന് കിട്ടുന്നതാണ്. പക്ഷെ ഇവന്മാർക്ക് അതല്ല. ഇവന്മാർക്ക് അല്ലാതെ എങ്ങനെ വരുമാനം കിട്ടുന്ന വകുപ്പാണ്, സർക്കാരിനല്ല. ഇവന്മാർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇവന്മാർ നോക്കുന്നത്. അനുപ യുവ സംരംഭകർക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പുകളും ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്ന ടാഗ്ലൈൻ വെച്ചാണല്ലോ ഇവർ അധികാരത്തിലേറിയത്. അപ്പൊ അനൂപിനെ പോലുള്ള യുവ സംരംഭകൻ, അനൂപിനെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും. ഞാൻ യുവ സംരംഭകനല്ല, 17 വർഷമായി. ഈ 17 വർഷം എന്തായാലും അപ്പൂപ്പനല്ലല്ലോ, ചെറുപ്പക്കാരനല്ല. ഞാൻ ചെറുപ്പക്കാരനാണ് ഉദ്ദേശിച്ചത്. എങ്കിലും ഇത് ഒരു മറ്റുള്ള ഇനി അതായത് നമ്മുടെ വരവേൽപ്പ് സിനിമയാകാതെ അതിന് പകരം ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ട് പല കമ്പനികളും പല ബസ് ഉടമകളും പൂട്ടി ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ട്. താങ്കൾ ആത്മഹത്യ ഒന്നും ചെയ്ത് ഇപ്പോഴും പിടിച്ചെങ്കിൽ താങ്കളുടെ മനക്കെട്ടി ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം. ഇത്രയധികം എനിക്കറിയാം. ആ ബസ് ഗ്രൗണ്ടിൽ കിടക്കുന്ന ബസ്സുകളുടെ എണ്ണവും അവസ്ഥയും അതിന്റെ ക്വാളിറ്റിയും എന്താ നേരിട്ട് കണ്ടറിഞ്ഞ റിപ്പോർട്ടറും ഒരു ആങ്കറും ആയതുകൊണ്ടാണ് എനിക്ക് അത്രയും വിഷമത്തോടു കൂടി ഞാനിത് ക്യാമറ മുമ്പിൽ നിന്ന് പറയുന്നത്. എനിക്കൊരു റിസർവ് ബസ് പെർമിറ്റ് ഉണ്ട്. അതായത് എനിക്കിപ്പം 4-5 റെഗുലർ സർവീസ് ഉണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ ഇപ്പൊ എന്റെ ബസ്സിനെ ആശ്രയിച്ചായിരിക്കും കുട്ടികളും ജോലിക്കാരും നമ്മളൊക്കെ കയറി പോയിട്ടുള്ളതാണോ കോളേജ് പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു റിസർവ് ബസ്സിന് അപേക്ഷ കൊടുത്തു. റിസർവ് ബസ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സുകൾ ഇല്ലെങ്കിൽ ഇതിന് പകരം ഒരു ബസ്. അപ്പൊ റിസർവ് ബസ്സിന് പെർമിറ്റ് അപേക്ഷ കൊടുത്തതിന് ശേഷം ഈ ബോർഡ് നടക്കുന്നത് അവർക്ക് തോന്നിയ സമയം, റിസൾട്ട് വരുന്ന തോന്നിയ സമയം, ഡിസിഷൻ വരുന്നത്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു ബസ് ഉണ്ടായിരുന്നു. ബോർഡിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ആ വണ്ടി സെയിൽ ചെയ്തിട്ട് അതിന് മോഡൽ കൂടിയ വണ്ടി റീപ്ലേസ് ചെയ്തു. അപ്പോൾ എനിക്ക് ബോർഡിൽ തന്ന ഡിസിഷൻ ഇതാണ്: താങ്കളുടെ ആദ്യ അപേക്ഷ എന്ന വണ്ടി ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഓണറുടെ പേരിലാണ്, അതുകൊണ്ട് റിസർവ് അപേക്ഷ അടുത്ത ബോർഡിലേക്ക് മാറ്റിവെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ജില്ലാ കളക്ടർക്ക് പോയി നേരിട്ട് പറഞ്ഞു, മേഡം അത് ഇങ്ങനെയാണ്, റിസർവ് വണ്ടിയിൽ അപേക്ഷ കൊടുത്ത സമയത്ത് ഈ വണ്ടി ആയിരുന്നു, ബോർഡ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ വണ്ടി മാറി, ഈ വണ്ടിയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് അവർ നോക്കാമല്ലോ, ആ വണ്ടിക്ക് പകരം വേറെ ഏത് വണ്ടി വന്നെന്ന് അവരെ സിസ്റ്റത്തിൽ അടിച്ച് ഒരു 10 സെക്കൻഡ് നോക്കി മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞു എന്താണ്, എൻ്റെ അപേക്ഷയിൽ തന്നു, ബോർഡിൽ വെക്കാതെ ഇതിന് റിസർവ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുക, അല്ലാത്ത പക്ഷം ബോർഡിൽ വെക്കുക. ഇവന്മാരെന്ത് ചെയ്തു, തന്നില്ല, അടുത്ത ബോർഡിലേക്ക് എടുത്തു വെച്ചു. അതായത് നമുക്ക് ഇവർക്ക് തരാൻ പറ്റുന്ന സംഭവങ്ങൾ നമുക്ക്. അനൂപിനെ ഞാനൊരു പത്രപ്രവർത്തക അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അനൂപ് ഇവരെ ഒന്നും പേഴ്സണലി പോയി കാണാത്തത് കൊണ്ട് ആയിരിക്കണം അനൂപിനെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അനൂപ് നീതിയുടെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നു, തനിക്ക് അർഹതപ്പെട്ടത് മാത്രം ചോദിച്ച് മേടിക്കാൻ ശ്രമിക്കുന്നു, വളഞ്ഞ വഴികളൊന്നും സ്വീകരിക്കുന്നില്ല. അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് അനൂപ് ഇതൊക്കെ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. പക്ഷേ അവർക്ക് എന്താ പറയുന്നത്, നമുക്ക് ഈ കൈക്കൂലി പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പെടുന്ന എന്തെങ്കിലും അനൂപ് കൊടുത്തിരുന്നെങ്കിൽ പണ്ടേ ഈ 6 അല്ല 16 ബസ് അനൂപ് ഇറക്കിയാലും അനൂപിനെ അവര് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കേരള സർക്കാരിന് എൻ്റെ ഒരു ബസ് ഓടിയാൽ റോഡ് ടാക്സ്, ഡീസൽ സബ്സിഡി എല്ലാം ചേർത്ത് 4000 മുതൽ 5000 രൂപ വരെ സർക്കാരിന് കിട്ടുന്നതാണ്. നമ്മൾ നമ്മുടെ സർക്കാർ
അതവർക്ക് പോരാ, അത് കുറവാണ്, അങ്ങനെ പാടില്ല. മദർ തെരേസ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് MG Road, തിരുവനന്തപുരം. ഫോൺ 047123344545 and 9495454545 9446454545 www.motherteresaedu.com.